ഇനി നമുക്കറിയാം, കഴിഞ്ഞ 62 ദിവസമായി സംസ്ഥാനത്തെ ഒരു തൊഴിൽ വിഭാഗം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി മഴയെന്നോ വെയിലെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിൽ പലവിധമായ ചർച്ചകളൊക്കെ നടന്നു. ഈ ചർച്ചകളിലൊന്നും തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒരു തീരുമാനമാകുന്നില്ല, ആ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് വീണ്ടും ആ സമരം ഇങ്ങനെ അനിശ്ചിതമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ സമരത്തെ പുതിയൊരു തലത്തിലേക്ക് ഇന്ന് കടക്കുന്ന ദിവസമാണ്. കാരണം ഇന്ന് രാവിലെ 10:30 സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ ഒരു പൗരസംഗമം നടക്കും. ഈ പരിപാടിയിൽ സാംസ്കാരിക നേതാക്കൾ അടക്കം പങ്കെടുക്കുമെന്നാണ് സമരസമിതി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ പൗരസംഗമത്തിന്റെ ഒരുക്കങ്ങൾ, എങ്ങനെയാണ്, ആരൊക്കെയാണ് പങ്കെടുക്കുക തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് ബിനിൽ ലീല സാബുവിനോട് ചോദിക്കാം. ബിനിലുണ്ട് നമുക്കിപ്പം ഇപ്പോൾ. ഹലോ മലയാളത്തിൽ. ബിനിൽ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മഴയുണ്ടോ ബിനിൽ? ഒരു കുടചൂടി നിൽക്കുന്നത് കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് മഴയാണോ? ഒപ്പം തന്നെ ആശാ വർക്കർമാരുടെ സമരം ഇന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. ഈ പൗരസംഗമം നടക്കുന്നു, ഒപ്പം ആശമാർ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? ആശമാരുടെ നിലവിലെ ഈ ആവശ്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ സമരം തുടരും, ആ നിലപാടിൽ തന്നെയല്ലേ? നിലവിലെ അവസ്ഥ എന്താണ്? നിലവിലെ സാഹചര്യം എന്താണ്? സേതു പറഞ്ഞതുപോലെയാണ്, കനത്ത ചൂടായിരുന്നു ഇന്നലെ. ഇന്ന് രാവിലെ കനത്ത മഴ കൂടി പെയ്തു. ആ മഴയും വെയിലിനുമൊക്കെ അവഗണിച്ചാണ് ഈ ആശമാർ സമരം ഇപ്പോൾ തുടരുന്നത്. 61-ാം ദിവസമാണ് ഇന്ന്. നിരാഹാര സമരം തുടങ്ങിയിട്ട് 23 ദിവസമായി. ഈ ദിവസത്തിൽ പലവിധ ചർച്ചകൾ ഇടയ്ക്ക് നടന്നിരുന്നു, പക്ഷെ അതൊന്നും പരിഹാരമായില്ല. പിന്നീട് ഇത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഒരു പൗരസംഗമം ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ആളുകളൊക്കെ കുറവാണ്, ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശമാരൊക്കെ കഴിഞ്ഞ 60 ദിവസം നമ്മൾ കണ്ടതാണ്. ഈ സമരം അതിശക്തമായി തന്നെ തുടരുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ പൗര സംഗമം നടത്താനുള്ള തീരുമാനം. പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 10 കൂടിയാകും ഇവരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുക. ഇന്നലെ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ചിക്കാനം പിന്തുണ അറിയിച്ചിരുന്നു. അതോടൊപ്പം അങ്ങനെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ ഇന്നത്തെ ഈ പൗരസംഗമത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒപ്പമുള്ളത് ഈ ആശമാരുടെ സംഘടനയുടെ നേതാവായിട്ടുള്ള എസ് മിനിയാണ്. ഈ പൗരസംഗമം എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്? പൗരസംഗമം ഇന്ന് കേരളത്തിൻ്റെ പൊതുരംഗത്ത് നിൽക്കുന്ന മുഴുവൻ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകളും നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഈ സമരം പൊതുസമൂഹം ഏറ്റെടുക്കുന്നു, അഥവാ പൊതുസമൂഹത്തിൻ്റേത് കൂടിയാണ് ഈ സമരം വിജയിക്കേണ്ടുന്നത് കേരളത്തിൻ്റെ ആവശ്യകതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പൗരസംഗമം നടക്കുന്നത്. അതിനകത്ത് ആശാ വർക്കർമാരും കാര്യമായ രീതിയിൽ പങ്കെടുക്കും. പലവിധ ചർച്ചകൾ നടന്നിരുന്നു മന്ത്രിതലത്തിലൊക്കെ. ഏറ്റവും ഒടുവിൽ ശിവൻകുട്ടിയുമായും ചർച്ച നടത്തി. അതിലൊന്നും പരിഹാരമായിട്ടില്ല. ഇനിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ടോ അവിടുന്ന്? ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇത് ജനങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു ഹിതപരിശോധന റഫറൻഡം നടത്തുകയാണെങ്കിൽ 99.99% ആളുകളും ഈ സമരത്തിൻ്റെ ന്യായയുക്തത അംഗീകരിച്ചുകൊണ്ട് ഡിമാൻഡുകൾ അംഗീകരിച്ച് പരിഹരിക്കണം, അത് എത്രയും വേഗം പരിഹരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവൺമെൻറ് അനുകൂലമായി തീരുമാനിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സേതു, ഇത് തന്നെയാണ് ഇവരുടെ ആവശ്യങ്ങൾ. പ്രധാനമായും ഓണറേറിയം 21,000 ആക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് നിരന്തരം പറയുകയും ചെയ്യുന്നത്. എന്തായാലും 3 തവണ ആരോഗ്യമന്ത്രി ചർച്ച നടത്തി, പക്ഷേ അതിനൊന്നും പരിഹാരമായിട്ടില്ല. ഇപ്പോഴും ഒരു ചർച്ചയ്ക്ക് സാധ്യത കാണുന്നുവെന്നാണ് ഈ ആശമാർ പറയുന്നത്. ശരി ബിനിൽ, പൗരസംഗമമൊക്കെ തുടങ്ങുന്ന മുറയ്ക്ക് വീണ്ടും ബിനിലിലേക്ക് എത്താം. പറഞ്ഞതുപോലെ ആശമാർ 62 ദിവസമായി ആശമാരുടെ അനിശ്ചിതകാല സമരം നടക്കുന്നുണ്ട്. 24 ദിവസമാകുന്നു നിരാഹാര സമരം ആരംഭിച്ചിട്ട്. ഇനിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യതയില്ലെന്ന് തൊഴിൽ മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തപ്പോൾ ഇന്നത്തെ പൗരസംഗമം അത് എങ്ങനെയായിരിക്കും? അതോടുകൂടി ഇനി മറ്റൊരു ചർച്ചയ്ക്കുള്ള വഴി തുറക്കുമോ? ഈ സമരം ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തി അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഇന്നും നാളെയുമായിട്ടൊക്കെ മനസ്സിലാക്കാനും കഴിയും. നമുക്ക്